നമസ്കാരം. ഭഗവതി സേവ എല്ലാ ക്ഷേത്രങ്ങളിലും നടന്നു വരുന്നുണ്ട്. വീടുകളിൽ ഭഗവതി സേവ നടത്തുന്നു. പക്ഷെ ഈ ഭഗവതി ആരാണ് എന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു വീട് ഗൃഹപ്രവേശനം നടന്നു, ഭഗവതി സേവ ചെയ്യുന്നുണ്ട്, തിരുമേനി വരുന്നു, അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഒരു മൂലയ്ക്ക് നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറയുന്നു. ഭഗവതി സേവ നടക്കുകയാണ്. അവിടെ ഏത് ദേവതയാണ് പൂജിക്കുന്നത്, ആവാഹിക്കുന്നത് ചോദ്യമില്ല. കാരണം ആ ചോദ്യം ചോദിക്കാമോ എന്ന് ജനങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. ചോദിക്കണം എന്ന് ആഗ്രഹമുള്ളവർ ചോദിച്ചാൽ ഇനി തിരുമേനിക്ക് ദേഷ്യം വരുമോ, അങ്ങനെയും ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചോദിക്കണം. ചോദ്യം ഉത്തരം. നമ്മുടെ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ചോദ്യ ഉത്തര ഫോർമാറ്റിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പാർവതി ശിവൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ശിവൻ ഉത്തരം കൊടുക്കുകയാണ്, ഇല്ലെങ്കിൽ ശിവൻ പാർവതിയുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇന്ന കാര്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം നൽകുകയാണ്. ആ ഫോർമാറ്റിൽ തന്നെയാണ് ശാസ്ത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈവശം എത്തിയിട്ടുള്ളത്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഭഗവതി, അപ്പോൾ ഭഗം എന്ന വാക്ക് ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശശ്രിയ ജ്ഞാനവൈരാഗ്യോർശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിണ. അപ്പോൾ ഈ 6 കാര്യങ്ങളെ പ്രദാനം ചെയ്യുന്ന ദേവത, അത് ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഈ 6 കാര്യങ്ങളെ പ്രദാനം ചെയ്യുന്ന പുരുഷദേവനാണെങ്കിൽ ഭഗവാൻ എന്നും, സ്ത്രീ ദേവതയാണെങ്കിൽ ഭഗവതി എന്നുമായി. ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രേയസ്, ജ്ഞാനം, വൈരാഗ്യം. ഇനി ഈ പ്രമാണത്തിന് ഇതുപോലെ വേറെ ചില മാറ്റത്തോടു കൂടി മറ്റൊരു പ്രമാണം കാണാം. ഒരു പ്രമാണം ഉദ്ധരിച്ച് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഭഗവതിയെ നാം പൂജിക്കുന്നു. ആ ദേവതയ്ക്ക് ഈ 6 കാര്യങ്ങൾ നൽകുവാനായിട്ട് നാം പ്രാർത്ഥിക്കുന്നു. ഭഗവതി. ഭഗവതി എന്നുള്ളത് മഹാലക്ഷ്മി ആവാം, ദുർഗയാവാം, കാളിയാവാം, പിന്നെന്താ അന്നപൂർണേശ്വരി ആവാം, ഭുവനേശ്വരി ആവാം, ആര് വേണമെങ്കിലും ആകാം ഭഗവതി എന്നുള്ളത്. നമ്മളത് ചോദിക്കാറേ ഇല്ല. ഈ ഭഗവതിയെ നിങ്ങൾക്കറിയില്ല, കാരണം ചോദിച്ചിട്ടില്ല. അപ്പോൾ വീടുകളിൽ ഭഗവതി സേവ നടക്കുന്നു. പൂജാരി ആരാണോ നേരെ വരുന്നു, അദ്ദേഹത്തിന് ഉപാസ്യ ദേവത ചിലപ്പം ഭുവനേശ്വരി ആണെങ്കിൽ ചിലപ്പോൾ ഭുവനേശ്വരി കഴിക്കും, ചിലപ്പോൾ മഹാലക്ഷ്മി കഴിക്കും. ഇതറിയില്ല. അപ്പോൾ ഇത് ചോദിക്കണം. ഇവിടെ ധ്യാന ശ്ലോകം എന്താണ്, ഏത് ദേവതയ്ക്കാണ് കഴിക്കുന്നത്? ഭഗവതി സേവ. അപ്പോൾ ഈ ഭഗവതിയെ നാം പൂജിക്കുന്നു. ദുർഗയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുർഗാസൂക്തം മുതലായ, ദുർഗാ അഷ്ടോത്തരം മുതലായ ജപങ്ങൾ നമുക്ക് ചൊല്ലുവാൻ, മന്ത്രങ്ങൾ ചൊല്ലുവാൻ സാധിക്കും. സഹസ്രനാമം, ദുർഗാ സഹസ്രനാമം പാരായണവും ചെയ്യുവാൻ സാധിക്കും. കാളിയാണെങ്കിലോ നമ്മൾ ഭദ്രകാളി സൂക്തമായി, ഭദ്രകാളി അഷ്ടോത്തരമായി എന്നിങ്ങനെ നമുക്ക് ധ്യാനത്തിനനുസരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ആ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ദുർഗയെ ആവാഹിക്കുന്നു. മഹാലക്ഷ്മിയായിട്ട് മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നില്ല. കോമണായിട്ട് നമുക്ക് ശ്രീസൂക്തം ജപിക്കാം, അത് വേറെയാണ്. പോത്തൂവേ. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ടത്, ഭഗവതി സേവ കഴിക്കുമ്പോൾ ഏത് ദേവതയാണ് ആവാഹിക്കുന്നത്? പിന്നെ കേരളീയ സമ്പ്രദായത്തിൽ ഒട്ടുമുക്കാലും കണ്ടുവരുന്നത്, ഇല്ലെങ്കിൽ ചെയ്യുന്നത് ദുർഗയാണ്, അല്ലെങ്കിൽ കാളിയാണ്. അപ്പോൾ ദുർഗാ പരമേശ്വരിയാണ് സാധാരണഗതിയിൽ ഭഗവതി സേവയിൽ ആവാഹിച്ച് പൂജിച്ച് പോരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഏവരും മനസ്സിലാക്കുക. ദയവ് ചെയ്ത് ചോദിക്കുക. നമ്മൾ മൂലമന്ത്രമല്ല ചോദിക്കുന്നത്, ഏത് ദേവതയാണ്. ധ്യാന ശ്ലോകം എല്ലാവർക്കും പറഞ്ഞു തരാം. അതിന് ഉപദേശം നൽകേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ എൻ്റെ ശിഷ്യനെ ഉപദേശിച്ചു കൊടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു തരാൻ പാടില്ല. ഒരു ഒഴിവ് കഴിവും ഇല്ല. ധ്യാന ശ്ലോകം നമുക്ക് ആ ശ്ലോകത്തിൽ ഭഗവതിയെ ധ്യാനിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഏവരും ഈ ചോദ്യം പൂജ ചെയ്യുന്ന ആളുടെ അടുത്ത് ചോദിക്കുക. ക്ഷേത്രത്തിൽ പോയാലും ഈ ചോദ്യം ചോദിക്കാം. ഈ ഭഗവതി, ഈ ദേവതയുടെ ധ്യാന ശ്ലോകം എന്ത് എന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ആചാരം നിലനിൽക്കട്ടെ. വരും തലമുറയ്ക്ക് നാം ഒരു വഴികാട്ടിയാകാം. നമസ്കാരം.